ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഷാനുക്കയുടെ ഫാമിലി വന്നിട്ട് പോയിരിക്കുകയാണ്. ഷാനുക്കയുടെ ഫാമിലി എന്നാൽ വൈഫും കുഞ്ഞു മോളുമാണ് വന്നിരിക്കുന്നത്. മോൻ വന്നില്ല. രണ്ടുപേർക്കെല്ലാം അകത്ത് കയറാൻ പറ്റൂ. നമ്മൾ അനീഷേട്ടൻ്റെ ഫാമിലിനെ കണ്ടു. അമ്മയും അനിയനുമാണ് വന്നിട്ട് പോയത്. അതുപോലെ തന്നെ ഷാനുക്കയുടെ ഫാമിലി എന്ന് പറയുന്നത് വൈഫും മോളുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യമുള്ളൊരു ടാസ്ക് ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത കടമ്പയായിരുന്നു ഗായ്സ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിരിക്കുന്ന ഈ ബിഗ് ബോസ് ആണോ സൈക്കോ? ബിഗ് ബോസ് സൈക്കോ ഒരു ടാസ്ക് അവർക്ക് കൊടുത്തിരിക്കുകയാണ്. അവരെ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നിരുത്തിയിട്ട് ലിവിങ് റൂമിൽ അല്ലെ വരുന്ന ഒരു രംഗമുണ്ട് കേട്ടോ. അവർ കയറി വരുന്നതൊക്കെ ഇവർ പ്ലാസ്മ ടി വിയിലും ആക്ടിവിറ്റി ഏരിയയിലെ പ്ലാസ്മ ടി വിയിലും മുന്നിൽ നിൽക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ ടാസ്ക് ലെറ്റർ ഉണ്ടായിരുന്നു, അത് അനീഷ് വായിക്കുന്നുണ്ട്. വായിച്ചതിന് ശേഷം പിന്നീട് അവർ കയറി വരുന്ന ഒരു രംഗം കാണിക്കുന്നുണ്ട്. അവർ പിന്നെ എല്ലാവരും കൂടി അവർ എന്താ പറയുക, ഒരു പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. ആ പാട്ട് ഇടുമ്പോൾ ഫ്രണ്ട് ഗേറ്റ് തുറക്കുകയാണ്. എല്ലാവരും കൂടി നമ്മുടെ കുടുംബാംഗങ്ങൾ ഒന്ന് ഉദ്ദേശിച്ച് നമ്മുടെ ഹൗസ് മേറ്റ്സിനെയാണ് ഞാൻ കുടുംബാംഗങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഹൗസിന് ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റൻറ്റ് 13 പേരല്ലേ അവരുള്ളത്. അപ്പോൾ അവരെല്ലാവരും കൂടി ഓടി പുറത്തേക്ക് വരുന്നു. അതിനുശേഷം നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടേക്ക് നിൽക്കുന്നു. അതിന് മുമ്പ് തന്നെ ബിന്നിയുടെ ഹസ്ബൻഡ് വരും എന്നുള്ളത് വന്നു. ബിന്നിയുടെ ഹസ്ബൻഡ് 1 വീക്കോളം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബിന്നിയുടെ ഹസ്ബൻഡ് ആദ്യം വരുന്നതാണ്. ബിന്നി ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വായൊക്കെ പൊത്തി കണ്ണും പൊത്തിയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അത് നമ്മുടെ 2 പേരെയും ആക്ടിവിറ്റി ഏരിയയിലുള്ള ഷാനുക്കയും അനീഷേട്ടനെയും കറക്റ്റായിട്ട് ഒരു ടി വിയിൽ അവിടുത്തെ അതിനകത്തുള്ള പ്ലാസ്മ ടി വിയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പാട്ട് വന്നു, ഗേറ്റ് അതിൻ്റെ അത് ഇങ്ങനെ ഓപ്പൺ ആയപ്പോഴത്തേക്ക് കുഞ്ഞു മോളും വൈഫും, പേരെനിക്ക് കിട്ടിയില്ല കേട്ടോ, മറന്നു, ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ വൈഫും കയറി വന്ന് എന്നെ എല്ലാവരെയൊക്കെ കണ്ടു, സംസാരിച്ചു, ഭയങ്കര ഹാപ്പി. അപ്പോൾ മോളാണെങ്കിൽ ഉപ്പായെ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഉപ്പാനെ കാണുന്നില്ല. അപ്പോൾ അവിടെ ഒരു പറഞ്ഞു കൊടുത്തു അകത്തുണ്ട് എന്ന്. അപ്പോൾ എന്തായാലും നല്ല വൈബായിട്ട് നല്ല ഒരു ചക്കര മോളായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെയൊക്കെ കിടന്ന് കളിക്കുക. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവൾ അനീഷിനെ വിളിക്കുകയാണ്, അനീഷേട്ടാ എന്ന്. അപ്പോൾ എന്നെ അറിയാമോ എന്ന്. അത് അനീഷ് വന്നതിന് ശേഷമാണ്, അപ്പോഴല്ല, വന്നതിന് ശേഷം. അപ്പോൾ അവൾക്ക് അവിടെ പരിചയമുള്ളത് അക്ബറിനെ വിളിച്ചു. എല്ലാവരും പേരാണ് വിളിക്കുന്നത് കേട്ടോ. നിവിൻ കുട്ടാന്ന് വിളിക്കണു. പിന്നെ അവളോട് പറഞ്ഞ കുറച്ച് വാക്കുകൾ എന്ന് പറഞ്ഞാൽ സുപ്രഭാതം പറഞ്ഞു. അതിനുശേഷം പിന്നെ ആ ഒരു സംഭവം അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ എന്തായാലും അത് പ്ലാസ്മ ടി വിയിൽ കണ്ടിട്ട് നമ്മുടെ ഷാനുക്ക കരയുന്നുണ്ട്. ഷാനുക്ക പിന്നെ 2-3 വട്ടം എന്താ പറയുക, ഫാമിലി പ്രോബ്ലംസ് അതുപോലെ അസുഖത്തിനെ കുറിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് പലതവണയും കരയുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അനീഷിൻ്റെ കരച്ചിലാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതത്ര ഒരു എക്സ്പ്രസ് ചെയ്ത് നേരത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടത്, ആദ്യത്തെ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും കാരണം കാണുമ്പോൾ ഒരു ഭയങ്കര എന്താ പറയുക, ഒരു 57-58 ദിവസമായില്ലേ വീട്ടിൽ നിന്ന് പോരുന്നിട്ട്. അപ്പോൾ നമ്മൾ പുറത്ത് എന്താണ് എന്നൊന്നും അവർക്കറിയില്ല. അവർക്കൊരു ഫോണില്ല, ഒരു കാര്യങ്ങളും ഇല്ലാണ്ട് അവർ ഒരു ഉള്ളിൽ കിടക്കുമല്ലേ. നമ്മൾ എത്ര കുറ്റം, ഇപ്പം ഞാൻ റിവ്യൂ പറയുന്ന ഞാനും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാലും അവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ ആലോചിക്കുമ്പോൾ തീർത്തും അവർ വളരെ ഒരു വല്ലാത്ത ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടായാലും സ്വന്തമായിട്ട് വേണ്ടിയിട്ടായാലും ഒരു വല്ലാത്ത നിസ്സഹായ അവസ്ഥയിലാണ് അതിനകത്ത് നിൽക്കണല്ലേ. അപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കാണുമ്പോഴും പുറത്തുനിന്ന് ഒരാളിനെ കാണുമ്പോഴൊക്കെ ഭയങ്കര പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സന്തോഷമായിരിക്കും. ആ സന്തോഷം കണ്ണിൽ കൂടിയും വരാം. ഏത് രീതിയിലും ഒരു ഇമോഷൻസ് അവരുടെ ബേസ്റ്റ് ആവാം, പുറത്തേക്ക് വരാം അല്ലേ, കമൗട്ടാവാം. അപ്പോൾ എന്തായാലും വൈഫും മോളും ആണ് വന്നത്. അപ്പോൾ എല്ലാവരും അവരെ സ്വാഗതം ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ഇതിനകത്ത് തന്നെ ഉള്ള പ്രശ്നം തന്നെ നേരത്തെ പറഞ്ഞ ഒരു വല്ലാത്തൊരു ടാസ്ക് കൊടുത്തു കേട്ടോ. രണ്ടുപേരും സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആ ടാസ്ക് ചെയ്യാൻ നേരത്തെ നമ്മളിരുന്ന് തലയെ കൈവെക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിൻ്റെ വൈഫ് ഇരുന്ന് വിഷമിക്കുന്ന കണ്ടു. കാരണം എങ്ങനെ ഇതൊരു ടാസ്ക് ഒന്ന് ചെയ്ത് കംപ്ലീറ്റ് ആയെങ്കിലല്ലേ കാണാൻ പറ്റും. അതേപോലെ തന്നെ അനീഷിൻ്റെ അമ്മയും അനിയനും വിഷമിക്കുന്നുണ്ടായിരുന്നു. കാരണം അവരെ ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് സൈക്കോ ഒരു ടാസ്ക് കൊടുത്തത്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മുടെ ഷാനുക്കയ്ക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ അത് അവരുടെ ഫാമിലി ഫോട്ടോ ആയിരുന്നു. അതെന്തോ ഒരു അവാർഡ് പിന്നീട് പറയണ കിട്ടും. ഒരു അവാർഡ് കിട്ടിയ മൊമെൻറ്റിലും ഉണ്ടായിരുന്ന ഫോട്ടോയാണ്. വൈഫും 2 കുട്ടികളും ഒരുമിച്ച് നിൽക്കണ ഉള്ളൊരു ഫോട്ടോ ആയിരുന്നു അത്. ഷാനുക്ക പെട്ടെന്ന് തന്നെ ഒരുപാട് കഷ്ടപ്പെടാതെ തന്നെ, എന്നാൽ മാക്സിമം എഫേർട്ട് എടുത്ത് തന്നെ അത് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം വായിൽ കടിച്ച് പിടിച്ച് സ്കെയിൽ കൊണ്ടുപോകുന്ന സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതും 2-3 കുറേ പ്രാവശ്യം തറയിൽ വീണു. ലാസ്റ്റ് അവിടെ കൊണ്ടുവന്നിട്ടപ്പോൾ താഴെ വീണപ്പം ഓക്കെ ബിഗ് ബോസ് പറഞ്ഞു മതി എന്ന് പറഞ്ഞു. അപ്പോൾ
ഫോട്ടോസൊക്കെ കറക്റ്റായിട്ട് അത്യാവശ്യം കറക്റ്റായിട്ട് തന്നെ ഒട്ടിച്ചു കേട്ടോ. മാക്സിമം എഫോർട്ട് എടുത്ത് തന്നെ കറക്റ്റായിട്ട് ഒട്ടിച്ചതിന് ശേഷമാണ് ഈ ഒരു ഗെയിം പൂർത്തിയാക്കിയത്. ആ ഗെയിം ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ബിഗ് ബോസ് സൈക്കോ പറഞ്ഞുകൊണ്ടിരിക്കും സമയം പോയി. ബിഗ് ബോസ് സൈക്കോയ്ക്ക് വല്ല കാര്യമുണ്ട്. ഈ വീട്ടുകാരെ വിളിച്ച് ആകപ്പാടെ 1 മണിക്കൂറോ മറ്റോ ആണ് അവരെ ആ വീട്ടിനുള്ളിലിരിക്കുന്നത്. ആ സമയത്ത് അവരെ അത്രയും സമയം പോലും അവർക്ക് കൊടുക്കാതെ അവരെ കൊണ്ടുവന്ന് അത്ര നേരം ടാസ്ക് ചെയ്യുകയാണ്. അപ്പോൾ അവർ ഇവിടെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാർ, അപ്പോൾ അവർക്ക് അവിടെ ടെൻഷനാണ്. അയ്യോ ഞങ്ങളെ കാണാതെ വീട്ടുകാർ പോവുമോ, അപ്പോൾ കാണണം ഇത്ര നിശ്ചിത സമയത്തിനുള്ളിൽ ടാസ്ക് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ കാണാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സൈക്കോ. ബിഗ് ബോസ് സൈക്കോ എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം ഫാമിലി മെമ്പേഴ്സിനെ കണ്ട് ആ ഒരു ഷാനുക്കയുടെ വൈഫ് ഇരുന്ന് ടെൻഷൻ അടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് അവർ കഷ്ടപ്പെട്ട് അവരെ വീട്ടിലുള്ളവർ ഹസ്ബൻഡിനെയും കാണാൻ അല്ലെങ്കിൽ അപ്പൂപ്പനെ കാണാൻ വന്ന കൊച്ചിനെയും ആ തള്ളേനെയും ഇട്ട് വിഷമിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അനീഷിനെ കാണാൻ വന്ന അമ്മേനെയും അനിയനെയും കൂടി. എന്തിനാണ് ആവശ്യമില്ലാത്ത ഒരു ടാസ്കും ഇതൊക്കെ കൊടുക്കണം? ഒരു ചെറിയ ഒരു ടാസ്കാണെങ്കിൽ കുഴപ്പമില്ല. അടപ്പ് വെക്കുന്ന ആ ഒരു അടപ്പല്ല എന്താ പറയുക, ഫോട്ടോസ് പിക്സ് ഒന്നിച്ച് ചേർക്കുന്ന ടാസ്ക് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ അതുകൂടാതെ ഇന്ന സമയത്തിനുള്ളിൽ ആ ഒരു സംഭവം വായിക്കൂടില്ല. നമ്മൾ കരണ്ട് സ്പൂണിൽ നാരങ്ങ കൊണ്ടോട്ടം പറയുന്ന പോലെ ആ ഒരു സംഭവം പോലുള്ളൊരു കളിയും കൂടി കൊടുത്തിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം ഒരു ടെൻഷൻ ഒഴിച്ച് കൈ കാലും വിറയ്ക്കുന്ന ഷാനുക്ക പറയുന്നുണ്ടായിരുന്നു, ബിഗ് ബോസ് ഞങ്ങളിങ്ങനെ വിറച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ ഈ ടാസ്കൊക്കെ തന്നാൽ ഞങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന്. അതുകൂടി കേട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ഒരു അടിപൊളി മൊമെൻ്റ് ആയിരുന്നു ഷാനുക്കയുടെ വൈഫും കുഞ്ഞും വന്നത്. എന്നിട്ട് അവർ ഫാമിലി ഫോട്ടോ പോലെ എല്ലാവരും നിന്ന് എല്ലാവരുടെയും 2 ഫാമിലിയുടെയും ഫോട്ടോസൊക്കെ എടുത്തും മോള് പറയുന്നുണ്ടായിരുന്നു, അനീഷ് ഏട്ടന് എൻ്റെ ഉപ്പാടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടല്ല, ഇനി ഒരു ഐ ലവ് യും കൂടി പറയുമോ എൻ്റെ ഉപ്പ എടുത്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ക്യൂട്ട് മൊമെൻറ്റ്.